മറ്റുള്ളവരിൽ നിന്നല്ല, മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് അത് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. ഈ ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാരുണ്യം കാണിക്കാനും സാധിക്കും, കാരുണ്യത്തിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. അതായത് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, നിങ്ങൾ ദശമസ്കന്ധം വരുമ്പോൾ കൂടുതൽ പഠിക്കും. അത് നമുക്ക് പെർഫെക്റ്റ്ലി പറഞ്ഞു തരുന്ന ഒരു ആചാര്യനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. എല്ലാവരുടെ കൂടെയും മിങ്കിൾ ചെയ്യാനും കൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരിൽ നിന്നും മനസ്സിനെ ഉയർത്താനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അതല്ലേ അച്ഛനും അമ്മയ്ക്കും അവിടെ വെച്ച് ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് തന്നെ ഉപദേശം കൊടുക്കുന്നത്, മാം പുത്രഭാവേന സ്നേഹയന്തോ, പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷെ ബ്രഹ്മഭാവേന ചിന്തയന്തോ, നിങ്ങൾ ഏത് ഭാവത്തിൽ ചിന്തിക്കണം, അത് നിങ്ങൾ അഭ്യസിച്ചെടുക്കണം. എന്നാൽ യാസ്യേതേ മദ്ഗതിം പരം, എന്റെ പരമമായ ഗതിയെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ടെക്നിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കതൊന്നും പരിശീലിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് ഏകാദശ സ്കന്ധം വരുമ്പോഴാണ് നാരദ മഹർഷി ഉപദേശം കൊടുക്കുന്നതും ഉയർത്തുന്നതൊക്കെ. അപ്പൊ ആ കുട്ടിക്കാലത്തെ ഒരു സത്സംഗ സംസ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് കാരുണ്യം കാണിക്കാനും സാധിക്കും, കാരുണ്യത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാനും. ഏതുപോലെ ഗീതയിൽ പറയുന്ന പോലെ കൂർമോങ്കാനീവ സർവശ, ആരെ പോലെ? ആമയെ പോലെ. അതായത് നമുക്ക് വ്യാപരിക്കാനും സാധിക്കണം. അപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ലോകമല്ല, പ്രശ്നമുണ്ടാക്കുന്നത് മറ്റുള്ളവരല്ല, പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ്. ഒരിക്കലും മറന്നു പോകരുത്. മനയേവ മനുഷ്യയാണ്. മനുഷ്യ മനസ്സിനുണ്ടല്ലോ ഏത് തലത്തിലേക്കും നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. ഉയർത്താനും സാധിക്കും, താഴ്ത്താനും സാധിക്കും. ഉയരാൻ പോയൊരു രാജാവ് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും മാറാപ്പ് കയറ്റുന്നതും നമ്മുടെ ഭഗവാനാണെന്ന് പറയുകയാണെങ്കിലും ഇവിടെ ആരാണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. അതിനുശേഷം 9ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രാജാവ് പിന്നീട് അവിടുന്ന് ആ മൃഗശരീരവും വിട്ടുകളഞ്ഞുകൊണ്ട് പറയുന്നു, ശുഷ്കപർണതൃണ വീരുധാ വർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേവ ഗണൻ മൃഗശരീരം തീർത്ഥോദക്ലിന്ന മുസസർജ. പിന്നീട് അതൊരു മാനായി തീർന്നു. മാനായിട്ട് ഇതേ ക്ഷേത്രഭൂമിയിൽ, അതായത് ആ പുലഹാശ്രമ ക്ഷേത്രഭൂമിയിൽ തന്നെ ജനിച്ചു. അവിടുന്ന് സാലഗ്രാമം പുലസ്ത്യ പുലഹാശ്രമം കാലഞ്ചരാൽ പ്രത്യജകാമ. അവിടുന്ന് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ആ മാൻ മറ്റുള്ള മാനുകളോടൊന്നും ഇടപഴകാതെ ഉണങ്ങിയ പുല്ലും മറ്റും കഴിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂട്ടി അവസാനം ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. അങ്ങനെ മാനിന്റെ ശരീരം പോയതിനു ശേഷം ഇനി ആരുടെ ശരീരം കിട്ടുന്നത്? മാനിന്റെ ശരീരത്തിലിരുന്ന് ചിന്തിച്ചതെല്ലാം പണ്ട് ഭരതനായിരുന്ന സമയത്ത് പ്രയത്നിച്ച കാര്യങ്ങളായിരുന്നു. അങ്ങനെ മനുഷ്യ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാനിന്റെ ശരീരത്തിൽ നിന്ന് ചിന്തിക്കുക കാരണം പിന്നൊരു മനുഷ്യ ജന്മത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. എവിടെയാണ് ജനിക്കുന്നത്? കസ്യജിൽ ദ്വിജവരസ്യാംഗിര പ്രവരസ്യ ശമതമതവ സ്വാധ്യായാദ്യേന ത്യാഗ സന്തോഷ തിരിശാവശ്രയ വിദ്യാസൂയാ ആത്മജ്ഞാനാനന്ദയുക്തസ്യാത്മസദശ ശ്രുതശീലാചാരൂപ ഉദാര്യ ഗുണാ നവസോദര്യാങ്കജ ബഹൂർമിഥുനം വീയസാം ഭാര്യായം. അവിടെയാണ് വന്ന് ജനിക്കുന്നത്. അതായത് അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ. അദ്ദേഹത്തിനാണെങ്കിലോ ശമം, ദമം, തപസ്, സ്വാധ്യായം, അധ്യയനം, ത്യാഗം, സന്തോഷം. ഗീതയിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? അല്ലേ? എവിടെയാണോ ഏതൊരാളാണോ ആത്മീയമായി ഉയർന്നിരിക്കുന്നത് അവര് യോഗഭ്രഷ്ടനായി തീരുമെന്നും അങ്ങനെ യോഗഭ്രഷ്ടനായിട്ടുള്ള ആളുകള് അങ്ങനെ ഒരു ആത്മീയ സംസ്കാരമുള്ളവരുടെ കുലത്തിൽ ജനിക്കുമെന്നും പറഞ്ഞതുപോലെ ഇദ്ദേഹം നല്ലൊരു ആത്മീയ സംസ്കാരമുള്ള ഒരാളുടെ വീട്ടിൽ തന്നെ വന്ന് ജനിച്ചു വരികയാണ്. അവിടെ വന്ന് ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പം, ആ ഭരതന്റെ മുഴുവൻ കഥയും പറയാണ്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ പൂർവജന്മാവലി ആത്മാനം, താൻ പണ്ട് ഭരതനായിരുന്ന സമയത്തുള്ള കാര്യങ്ങളും മാനിന്റെ ശരീരത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാര്യങ്ങളും ഓർത്തപ്പം മനസ്സിലായി, ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ മറ്റൊരാളോട് സംഘമുണ്ടാക്കിയാൽ എന്റെ ആത്മീയ പുരോഗതി തടസ്സപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇനി ഒരാളോടും സംഘമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെയാ വരുന്നത്? അത്രേ ഉന്മത്ത ജഡാന്ധപതിര സ്വരൂപേണ ദശ്യാമാസ ലോകസ്യ. ഇനി ആരോടും വർത്തമാനം ഇവിടെ വെച്ചിട്ട് പറയണ്ട. ആരെന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഒരു പൊട്ടനെ പോലെ അഭിനയിക്കാം. ആള് പൊട്ടനല്ലേ, നല്ല ബോധമുള്ളവനാണ്, എന്നാൽ ഒരു പൊട്ടനെ പോലെ അഭിനയിക്കാം എന്ന് കരുതി അവിടുന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് വന്നു. എന്നിട്ടോ സസ്യാഭിഹവ ആത്മജസ്യ വിപ്രപുത്ര സ്നേഹാനുബന്ധവന സമാവർത്തനാദ സംസ്കാരൻ. അച്ഛൻ ആ കുട്ടിക്ക് സമാവർത്തം തുടങ്ങിയുള്ള സംസ്കാരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉപനയനാദികൾ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗായത്രി മന്ത്രം. കുട്ടിയാണെങ്കിലോ ഓം ബുബ് 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 എന്ന് പറഞ്ഞിട്ടിരിക്കും. കുട്ടിയോട് പറയും ഭൂർഭുവസ്വ ബുബ് ബുബ് ബുബ്.
എന്തു വന്നാലും കുട്ടി മന്ത്രങ്ങൾ പറയില്ല. അവസാനം അച്ഛന് മനസ്സിലായി ഈ കുട്ടി ഒരു പൊട്ടനാണ്, ഇവൻ വളരില്ല, ഇനി വികസിക്കില്ല. അച്ഛന് വളരെ സങ്കടം വന്നു. സങ്കടപ്പെട്ട അച്ഛൻ കുറെ കാലമൊക്കെ കുട്ടിയെ പരിശീലിപ്പിച്ചു നോക്കി. ഒന്നും ശരിയാവാതെ കണ്ടപ്പോ പിന്നീട് അച്ഛൻ മരിച്ചു. അച്ഛന്റെ കാലശേഷം അവിടുന്ന് പിന്നീട് അമ്മയും മരിച്ചു എന്നാണ്. അതിനുശേഷം മറ്റുള്ളവര് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴോ സ്വയം താവതതിവത മനോരഥകാലേന പ്രമത്തേന സ്വയം ഗൃഹയേവ പ്രമത്ത ഉപസംഹൃത. അങ്ങനെ അതിനുശേഷം അമ്മയും ശരീരം വിട്ടതിന് ശേഷം പിതര്യുപരതേ ഭ്രാതരയേന മതത പ്രഭാവസ്ഥയായം വിദ്യായാമേവ പര്യവസിതമതയോ ന പരവിദ്യയാ ജഡമിതി ഇതി ഭ്രാതു അനുശാസന നിർബന്ധാന്യവൃത്സന്ത പറയാണ്. അതിനുശേഷം ഭ്രാതരും സഹോദരന്മാര് കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോ അവര് മനസ്സിലാക്കി ഈ പൊട്ടനെ നോക്കിയോണ്ടൊന്നും കാര്യമില്ല, ഇയാളൊന്നും നേരെയാവില്ല, ഇയാളെ കൊണ്ട് നമുക്കും വലിയ ഉപകാരമൊന്നുമില്ല. അവര് ശ്രദ്ധിച്ചില്ല. അപ്പോ തന്റെ സഹോദരന്മാരൊന്നും ശ്രദ്ധിക്കാതെ വന്നപ്പോ അവിടുന്ന് ഒരു ഉന്മത്തനെ പോലെ ജഡനെ പോലെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ടോ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, കുളിക്കാൻ പറ്റിയ കുളിക്കും, അല്ലെ കുളിയില്ല. വിഷ്ടിതോ എന്തെങ്കിലും ജോലി ചെയ്യും, വല്ലതും കൊടുത്താൽ വാങ്ങിക്കും, അല്ലെങ്കിൽ മേടിക്കില്ല. അങ്ങനെ ഒരു പരിപൂർണമായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് മുഴുവൻ എപ്പോഴും പരമാനന്ദത്തിലായി, ഭഗവത് സ്മരണത്തിലായി. ഇന്ദ്രിയ പ്രീതി നിമിത്തം നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മലാഭാധിഗമ സുഖദുഃഖയോ ദ്വന്ദ്വ നിമിത്തയോ അസംഭാവിത ദേഹാഭിമാന ശീതോഷ്ണവാദവർഷേഷു വൃഷ ഇവാനാവൃതാംഗ ഹീന സംഖനനാംഗ. അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ്. സുഖദുഃഖയോ ദ്വന്ദ്വ നിമിത്തയോ, സുഖം വന്നാലും ദുഃഖം വന്നാലും എന്തു വന്നാലും ദ്വന്ദ്വങ്ങൾ എന്തു വന്നാലും മനസ്സെപ്പോഴും ഒരുപോലെ ആയിക്കൊണ്ട് സ്വ ആത്മാനന്ദം ആരെ തന്നെ ചിന്തിച്ചു? ആത്മാവിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കാലം മുന്നോട്ട് നീക്കി പറയാണ്. അദ്ദേഹത്തിന് യാതൊരു വിഷമങ്ങളുമില്ല. സന്തോഷം കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിൽ സന്തോഷം, അനുകൂലമായ സാഹചര്യവും സന്തോഷം. ഇതാണ് നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. അനുകൂലവും പ്രതികൂലവും ഒക്കെ ഒരുപോലെ, ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു കണ്ടെയ്ൻമെന്റ്, അങ്ങനെയുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് വന്നു പറയാണ്. അങ്ങനെ വന്ന് കാലം വീണ്ടും മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് എവിടെ ഒരു കൃഷിസ്ഥലത്ത് അദ്ദേഹം കാവൽക്കാരനായിട്ട് കൂടി. അങ്ങനെ കാവൽക്കാരനായിട്ട് ഇരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. അതെന്താണ്? ഒരിക്കൽ അവിടെ അടുത്തൊരു കാട്ടിലൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം പുത്രന്മാരില്ലാതെ വളരെ വിഷമിച്ചപ്പോ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കി. അവർക്കൊക്കെ ഈ ജ്യോത്സ്യന്മാരാണല്ലോ കൂടുതൽ ഈ കാട്ടുവർഗക്കാർക്ക്, എന്നുവെച്ചാൽ അത്ര ബുദ്ധിയുള്ളവർക്കേ അത് വേണ്ടൂ എന്ന് പറയാണ്. അവിടെ ചെന്നു ജ്യോത്സ്യര് പറഞ്ഞു, നിങ്ങൾക്ക് പുത്രനില്ലാത്തതിന് കാരണം കാട്ടിലുള്ള ഭദ്രകാളി പ്രീതിപ്പെടാത്തോണ്ടാണ്. കേമായില്ലേ? ഇനിയിപ്പോ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ എന്താ വേണ്ടത്? ഭദ്രകാളിക്ക് ബലി കൊടുക്കണം. ആരെയാണ്? മൃഗങ്ങളെ ബലി കൊടുത്താൽ മതിയോ? പോരാ, മനുഷ്യബലി. ഭാരതത്തിൽ അങ്ങനെയാണല്ലോ ഈ മനുഷ്യ ഗുരുതികളൊക്കെ വന്നിരിക്കുന്നത് പണ്ട് കാലത്ത്. അങ്ങനെ ജ്യോത്സ്യരുടെ നിർദ്ദേശം കേട്ട് തന്റെ ആളുകളോട് പറഞ്ഞു, പോയി പിടിച്ചുകൊണ്ടുവരാൻ. ആളുകൾ മനുഷ്യരെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അത കഥാചിൽ കശ്ചിൽ വൃഷളപതിർ ഭദ്രകാളി പുരുഷ പശും ആവത്യകാമ തസ്യ ദൈവമുക്തസ്യ പശോ പദവിം തദനുജരാ പരിതാവന്തോ നിശീത സമയേ തമസാവൃതായ അധിഗത പശവ ആകസ്മിങ്ങേന വിധിന കേദാരാൻ വീരസനേന മൃഗവരാഹാദിഭ്യ. അപ്രകാരം ഒരിക്കല് ഈ ആളുകള് കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട്, ബലി കൊടുക്കാനുള്ള ഒരാളെ അന്വേഷിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്ത് അപ്പോ കാണുന്നു ഈ ഭരതനെ. എന്ത് ചെയ്തു? മന്യമാന ബദ്ധ്വാര ശനയാം ചണ്ഡികാഗ്രഹമുപ നിന്യോ മുത വികസിത വദന. നല്ല തേജോമയനായിരിക്കുന്ന അദ്ദേഹത്തിനെ കയറുകൊണ്ട് കെട്ടിക്കൊണ്ട് കൊണ്ടുപോയി അങ്ങോട്ട്. ഭരതൻ പറയുന്നുണ്ട്, കെട്ടൊന്നും വേണ്ട, ഞാൻ വരാന്ന്. അദ്ദേഹത്തിന് എന്തായാലും ഒരുപോലെയാണ്. കാളിയുടെ അടുത്ത് പോയാലും ഇവിടെ പാടത്ത് ജോലിക്ക് ചെയ്താലും നിന്നാലും ഒരുപോലെയാണ്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴോ അത പണയസ്ഥം സ്വവിധിനാഭിഷിച്യാഹദേന വാസവാശ്ചാദ്യഭൂഷണലേപസ്രതിലകാദിഭി ഉപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യലാകുര ഫലോപഹാര പേതയാ. അദ്ദേഹത്തിന് വളരെ കുശാലായി. എന്താ കുശലത? അദ്ദേഹത്തിന് നന്നായി ഒന്ന് കുളിപ്പിച്ചു. കുറെ കാലം അദ്ദേഹം കുളിച്ചിട്ടേ. അവരെന്നെ ചെയ്തു തരാൻ നന്നായില്ലേ? നല്ല വസ്ത്രങ്ങളാണ് അണിയിപ്പിച്ചു, ഭൂഷണം ലേപം നല്ലവണ്ണം കുങ്കുമാദികളൊക്കെ തൊടിപ്പിച്ചു, മാലയൊക്കെ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വളരെയധികം ഒരു തേജോമയനാക്കി.
അപ്പൊ ഇദ്ദേഹത്തിന് സന്തോഷമായി, ഇങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കൂളായിട്ടേ എടുത്തുള്ളൂ. നല്ലവണ്ണം ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ടോ പിന്നെ കൊണ്ടുപോകുന്നത് പുരുഷ പശും ഭദ്രകാളിയ പുരത ഉപവേശ, ഒരു വലിയ പാറ, ഭദ്രകാളിയായിട്ട് പൂജിക്കുന്ന ഒരു കല്ല് അതിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ ഇരുത്തി. വൃഷളരാജമണി പുരുഷപശോരസ്യകാസവേന ദേവീം ഭദ്രകാളിം യക്ഷ്യമാണത്തദപി മന്ത്രിതമസി. എല്ലാവരോടും പൂജാരികൾ പറഞ്ഞു, അതുപോലെ തന്നെ ജ്യോത്സ്യരൊക്കെ പറഞ്ഞു, ദേ ഭദ്രകാളിയെ വിളിച്ചോളൂ, ഭദ്രകാളിയെ സ്മരിച്ചോളൂ, ഇനി ബലി കൊടുക്കാൻ പോവുകയാണെന്ന്. ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട എന്നോ കാലാഹരണപ്പെട്ട കഥയാണെന്ന്. ഇപ്പോഴും ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. മനുഷ്യനെ തന്നെ ഗുരുതി കൊടുത്ത് ദേവിയെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു എവിടുന്നോ വന്നിരിക്കുന്ന ഒരു സംസ്കാരം. വാസ്തവത്തിൽ വേദത്തിൽ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ഗുരുതി കൊടുക്കുന്ന ഒരു കാര്യം വേദത്തിലില്ല. പശുവിനെ ബലി കൊടുക്കുക എന്ന് പറയുന്നത്, പശുത്വം എന്ന് പറഞ്ഞാല് നമ്മളിലെ ദൗർബല്യത്വം എന്നാണ്. ഗുരുതി കൊടുക്കേണ്ടത് നമ്മളിലെ ദൗർബല്യമാണ്. അതിന് പാവം ഒരു മൃഗത്തിന്റെ തലമുറിച്ചിട്ട് രക്തം കൊടുത്തതുകൊണ്ട് ഒരു ദേവിയും പ്രസന്നമാവാൻ പോകുന്നില്ല. അതൊരു അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. അതെങ്ങനെയാ മനുഷ്യൻ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭാരതത്തിലൊക്കെ. കാരണം വേദത്തിലില്ല. വേദത്തിൽ നിങ്ങൾ വേദത്തിന്റെ ഏത് ശാഖകൾ എടുത്തു നോക്കിയാലും അഥർവ വേദത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മന്ത്രങ്ങളെ പറയുന്നുള്ളൂ, ക്രൂരതകൾ പറയുന്നില്ല. ബാക്കി യജുർവേദത്തിലോ സാമവേദത്തിലോ ഋഗ്വേദത്തിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ യജ്ഞം പശു എന്നൊക്കെ പറയും. യജ്ഞേന യജ്ഞമയന്ത ദേവ, യജ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പശു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ കുതിരയെ കെട്ടിയിടാറുണ്ട്. ആ കുതിരയുടെ ഒരു മാംസം എടുത്ത് നുള്ളി ഇടുന്നതൊക്കെ പിന്നീട് ക്ഷത്രിയന്മാര് വന്നതിന് ശേഷമുണ്ടായ അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലികളായിട്ട് മാറി പറയണം. അപ്പോ ഒരു മൃഗത്തെ നമ്മൾ ബലി കൊടുത്തിട്ട് അതിൽ ഈശ്വരൻ പ്രീതനാവുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവകാരി കൃഷ്ണനാണ്. അദ്ദേഹം അന്ധമായ ഒരു ആചരണത്തെയും ആദരിച്ചിട്ടില്ല. നന്ദഗോപര് ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ആചരണമായ ഇന്ദ്രപൂജ, ഇന്ദ്രയാഗം, അത് ചെയ്യാൻ നിശ്ചയിച്ചപ്പോ ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത്, ഗോവർദ്ധനത്തിനെയാണ് പൂജിക്കേണ്ടതെന്നൊരു വിപ്ലവം ഉണ്ടാക്കിയ ആളായിരുന്നു ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇനി മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാണാം, ഭഗവാൻ ഗോപന്മാരുടെ കൂടെ പോകുന്ന സമയത്ത് കുറെ ബ്രാഹ്മണന്മാരിരുന്നിട്ട് ഹോമം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ആദരിച്ചതേയില്ല. എന്താ, ഭഗവാൻ ശ്രീകൃഷ്ണന് വേണമെങ്കിൽ വേദങ്ങളെയൊക്കെ ആദരിക്കുന്ന ആളല്ലേ, വേദമന്ത്രല്ലേ അവർ ചൊല്ലുന്നത്, പോയി ആദരിക്കാമായിരുന്നില്ലേ? ഭഗവാൻ ആദരിച്ചില്ല. എന്തുകൊണ്ട് ആദരിച്ചില്ല? ഭഗവാൻ ആ മന്ത്രങ്ങൾക്കോ ഹോമത്തിനോ അല്ല പ്രാധാന്യം കൊടുത്തത്. ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് അവരുടെ ഹൃദയത്തിൽ എത്ര പ്രേമമുണ്ട് എന്നുള്ളതാണ്, അവരുടെ ഹൃദയത്തിൽ എത്ര കാരുണ്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗോപന്മാരോട് തെളിയിച്ചു കൊടുക്കുകയാണ്, അവർക്ക് മന്ത്രം ചൊല്ലാനേ അറിയുള്ളൂ, ഹൃദയത്തിൽ പ്രേമമില്ല എന്ന്. പോയി ഭക്ഷണം ചോദിച്ചു നോക്കുക പറയാന്നുള്ളത്. ആ ഭക്ഷണം കൊടുക്കാതെ വന്നപ്പോ അവർ തിരിച്ചു വന്നപ്പോ ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന്. ഇനി അവരുടെ ഭക്തിമാരുടെ അടുത്തേക്ക് പോയി നോക്കൂന്നു. അവർക്ക് മന്ത്രം ചൊല്ലാൻ അറിയില്ലെങ്കിലും എന്തുണ്ട്, പ്രേമമുള്ളൊരു മനസ്സുണ്ട്. ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ മന്ത്രം ചൊല്ലുന്നുണ്ടോ, നിങ്ങൾ പൂജകൾ ചെയ്യുന്നുണ്ടോ, ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് എന്നിൽ അർപ്പിക്കാൻ സാധിക്കുന്നൊരു പ്രേമമുള്ളൊരു മനസ്സുണ്ടോ? മയ്യർപ്പിതമനോ ബുദ്ധി യോമൽ ഭക്ത സമേ പ്രിയാം. എന്നിൽ അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സും ബുദ്ധിയും നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതാണ് ഭാഗവതത്തിലും ഗീതയിലും ഒക്കെ പറയാനുള്ളത്. അവസാനം ഗീതയിൽ പറയുന്നത് തന്നെയല്ലേ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ പാപത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മുക്തമാക്കി തരാം, പ്രൊവൈഡഡ് നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ മനസ്സിലുള്ള സകല ചിന്തകളും വിട്ട് ആ മനസ്സിനെ എന്നിലേക്ക് അർപ്പിക്കണം. അതല്ലേ പറയുന്നത്. അപ്രകാരം ഭഗവാൻ വീണ്ടും നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാം, ഭഗവാന്റെ ഒരു മഹത്തായൊരു ഉപദേശം ഉദ്ധവരോട് പറയുമ്പം, ഉദ്ധവരെ, ഒരു തരത്തിലും ഗ്രഹങ്ങളെ നിങ്ങൾ കുറ്റം പറയരുത്, ഒരു കണക്കിലും നിങ്ങൾ ദൈവത്തിനെ കുറ്റം പറയരുത് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക്. ഈ ഗ്രഹങ്ങളും അതുപോലെ തന്നെ ദൈവങ്ങളും ഒന്നുമല്ല നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. പിതൃക്കളെയൊന്നും കുറ്റം പറയരുത്. പിന്നെ ആരാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം? വളരെ മനോഹരമായി ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും, നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയൽ. ഈ ജനങ്ങളോ ഈ ഗ്രഹങ്ങളോ
ഈ നക്ഷത്രങ്ങളോ അതുപോലെ തന്നെ ദൈവങ്ങളോ ഇവരും ഒന്നുമല്ല നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. എന്നാ പിന്നെ ആരാണ് ദുഃഖത്തിന് കാരണം? എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനപ്പരം കാരണമാമനന്തി. ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും പോവില്ല. ഇതാ പാവം ഈ രാജൻ, കാട്ടാളനായിരിക്കുന്ന രാജൻ ആ ജ്യോത്സ്യന്മാരുടെ വലയിൽപ്പെട്ടുകൊണ്ട് കാളി പ്രത്യക്ഷപ്പെട്ടാൽ, കാളിക്ക് രക്തം കൊടുത്താൽ, കാളിയാണ് കുട്ടികളില്ലാത്തതിന് കാരണമെന്ന് കരുതി ബിസിനസ്സാണത്, അതിനെ പ്രീതിപ്പെടുത്തിയാൽ അത് തന്നെയും പ്രീതിപ്പെടുത്തുന്നുള്ളത്. മനസ്സിലായില്ലേ? മനസ്സ് അർപ്പിക്കുന്നതിന് പകരം നാം പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റുന്നത്. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റി. എന്തായി? പിന്നെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഇതി തേഷാം വൃഷളാണം രഥസ്തമ പ്രകൃതീനാം ധരമധരജ ഉത്സിക്ത മനസാം ഭഗവത്കലാവീരകുലം കദർത്തീകൃത്യോത്പദേന സ്വൈരം വിഹരതാം ഹിംസാവിഹരിണാം കർമാതിദാരുണം യൽ ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മശ്ചിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഗതാം സുനായാം അനുമഥാമലംഭനം തതുബലഭ്യ ബ്രഹ്മതേജസാദി ദുർഹിഷേന ദന്തഹ്യമാനേന വപുഷാ സഹസോച്ഛജാട സൈവദേവി ഭദ്രകാളി. പെട്ടെന്ന് തന്നെ ആ ഒരു വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്നൊരു പ്രകമ്പനമുണ്ടായി. സഹിക്കാൻ പറ്റുന്നില്ല എത്രേ ആ ശക്തിക്ക്. എന്താണ് അത്ര സഹിക്കാൻ പറ്റാത്ത? ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മക്ഷിതുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃതാം. ഒരു ചരാചരങ്ങളോടും വിദ്വേഷമില്ലാത്ത, എല്ലാവരോടും ദയ കാണിക്കുന്ന ഒരു മഹാന്റെ ശരീരം അവിടെ കിടത്തിയിരിക്കുന്നു. ആ ശരീരം അവിടെ കിടക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിന് ചുട്ടുപൊള്ളുന്നു അത്രേ. ആ ചുട്ടുപൊള്ളലിൽ ആ വിഗ്രഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിൽ നിന്ന് ദന്തഹ്യമാന ദുർവിഷഹേന സഹസോച്ഛജാട സൈവദേവി ഭദ്രകാളി. പെട്ടെന്ന് തന്നെ അതിന്റെ ഉള്ളിൽ നിന്നൊരു ഭീകര രൂപം. രാജാവും പൂജാരിയും ജ്യോത്സ്യരൊക്കെ നോക്കുന്ന സമയത്ത് കണ്ണു തുറിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര രൂപം കാണുന്നു. കറുകറുത്തൊരു സ്ത്രീ രൂപം, അനവധി കൈകളും മറ്റുമായിട്ട് രക്തവർണമായ നാവൊക്കെ പുറത്തേക്ക് നീട്ടിക്കൊണ്ട് മുടിയോ കഴിച്ചിട്ടുകൊണ്ട് ഒരു ബീഭത്സ രൂപം അവിടെ നിന്ന് പുറത്തേക്ക് ചാടുന്നു. ആ വെട്ടാൻ നിൽക്കുന്ന പൂജാരിയുടെ കയ്യിൽ നിന്നും വാള് വലിച്ചോങ്ങിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് കൃഷ്ണശീർഷാം ഗളാൽ സ്രവന്തം മൃഗസ്രവാം മൃതൃഷ്ണാം സഹ ഗണേന. ഇപ്രകാരം ഓരോ തലകൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ദേവി ആ വാളെല്ലാം വലിച്ചെറിഞ്ഞ് ശിരക്കന്തുകലീലയാ, ഓരോ തലയെടുത്ത് പന്ത് കളിക്കുന്ന പോലെ ആടിക്കൊണ്ട്, നൃത്തമാടിക്കൊണ്ട്, ചുടല നൃത്തമാടിക്കൊണ്ട് ആ ദേവി അവിടെ പരാക്രമം കാണിച്ചു എന്നാണ്. ജ്യോത്സ്യന്റെ കണക്കുകൂട്ടൽ തെറ്റി, പൂജാരിയുടെ കണക്കുകൂട്ടൽ തെറ്റി, രാജാവിന്റെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ദേവി പ്രീതിപ്പെടുന്നതിന് പകരം ദേവി ശരിക്കും കോപിച്ചു. ഒരു മഹാത്മാവിനെ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ ആർക്ക് സാധിച്ചില്ല? ദേവിക്ക് സാധിച്ചില്ല. ഭഗവാൻ പറയുന്നുണ്ടത്. ഭഗവാൻ ഗീതയിൽ പറയും, യോ മാം പശ്യതി സർവത്ര സമം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. യോ മാം പശ്യതി സർവത്ര, ആരാണോ എന്നെ എല്ലായിടത്തും കാണുന്നത്, സമം ച മയി പശ്യതി, അവനിൽ എന്നെയും കാണുന്നത്, തസ്യാഹം ന പ്രണശ്യാമി, അവനെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല, അവൻ എന്നെയും വേദനിപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ചരാചരങ്ങളിലും ഇരിക്കുന്ന എന്നെയും അവൻ വേദനിപ്പിക്കില്ല, ഞാൻ അവനെയും വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മുടെ മനസ്സ് ഭഗവാനോട് അടുക്കും തോറും ആരൊക്കെ നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ കൂടെ ആരുണ്ടാവും? ഭഗവാനുണ്ടാവും. ഇത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. അതുകൊണ്ടാണ് അർജുനനോട് പ്രതിജ്ഞ ചെയ്യാൻ പറയുന്നത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വൽ ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ക്ഷിപ്രം ഭവതി ധർമാത്മാ, മനസ്സിനെ ആ ധർമ്മത്തിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ, ഭഗവത് വിചാരത്തിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ, കുറച്ചു നേരം നാമജപവും പറ്റിയാൽ കുറച്ച് ഭാഗവതവും അല്ലെങ്കിൽ നാരായണീയും ഗീതയും കുറച്ചുനേരം മനസ്സിനെ ശാന്തമാക്കി തന്റെ അന്തരാത്മാവിൽ ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധത്തിലേക്കൊക്കെ വെച്ച് അങ്ങനെ ക്രമേണ ക്രമേണ മനസ്സിനതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശശ്വൽ ശാന്തിം നിഗച്ഛതി. എന്തുവരും? ശാന്തിക്ക് വേണ്ടി എവിടെ ഓടി നടക്കേണ്ടി വരില്ല. എവിടെ തന്നെ കിട്ടും? തന്നിൽ തന്നെ കണ്ടെത്താം. ഭഗവാൻ പറയണു, കൗന്ദേയ പ്രതിജാനീഹി, അർജുന നീ പ്രതിജ്ഞ ചെയ്യൂ എന്നാ പറയണത്.
ഈ യുദ്ധക്കളത്തിൽ നീ പ്രതിജ്ഞ ചെയ്യൂ. എന്താണത്? നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ല, എന്റെ ഭക്തനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമീ സ്ഥിതം മന നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിതം. ഇഹൈവ തൈർജിത സർഗോ, ക്രമേണ മനസ്സിനെ ഈ സൃഷ്ടിയിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് സാമ്യേ സ്ഥിതം മന, എവിടേക്ക് കൊണ്ടുവരണം? സമബുദ്ധിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ സാമ്യബുദ്ധി വന്നു കഴിഞ്ഞാൽ നിർദോഷം ഹി സമം ബ്രഹ്മ, ആരിലേക്ക് വരാം? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന, തന്നിലും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാകുന്ന ഭഗവാനിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതം. ക്രമേണ അവരുടെ മനസ്സ് ആരിലേക്ക് എത്തും? ഭഗവാനിലേക്ക്. അപ്പൊ നമ്മുടെ മനസ്സ് ഈ കാമക കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ലൗകിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എങ്കിൽ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കുന്നു എങ്കിൽ ഈശ്വരൻ പ്രീതിപ്പെടുന്നല്ല ചെയ്യുന്നത്, ഈശ്വരൻ നമ്മളോട് അപ്പോഴാണ് കോപിക്കുന്നത് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ ഒരു ജീവിയെപ്പോലും നമ്മള് ഒരു ഇന്നത്തെ കാലത്ത് ഇപ്പോഴും അതൊന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് മുക്തമായില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കോഴിവേട്ടൊക്കെ പലയിടത്തും ഉണ്ടെന്ന്, അല്ലേ? തോന്നുന്നു ഇപ്പോഴും അതൊക്കെ ഉണ്ട്. എന്നാലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ, കർണാടകയിലൊക്കെ ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും ഈ ക്രൂരമായ, ഈ തരത്തിലുള്ള ആത്മീയമായ ഒരു സംസ്കാരം. നിങ്ങൾ കൽക്കട്ടയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ ആ കാളികെട്ടില്ല ഈ തരത്തിലുള്ള ആടിനെ വെട്ടുന്ന സംസ്കാരം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു ജീവിയെ വേദനിപ്പിച്ച് ഈശ്വരൻ പ്രീതിപ്പെടുമെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ്. ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഒരു ജീവിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെയും, അത് നിങ്ങൾക്ക് തിരിച്ചു വരണം. കാരണം പ്രകൃതിയുടെ നിയമമനുസരിച്ച് ഒരു കർമ്മത്തിന് പ്രതികർമ്മം അതിന്റെ കൂടെ വന്നേ പറ്റുള്ളൂ പറയാം. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആരെയും വേദനിപ്പിക്കാത്ത ഒരാള് തസ്യാഹം ന പ്രണശ്യാമി സജമേന പ്രണശ്യതി, എന്നെ വേദനിപ്പിക്കാത്തവനെ ഞാനും വേദനിപ്പിക്കില്ല എന്ന്. ഇതൊക്കെ നമ്മൾ അമ്പലത്തിലും പോകണം. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്നും ഈ ഗുരുതികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വേറെ രീതിയിലൊന്ന് ഉപദ്രവിക്കലുണ്ട്, അല്ലേ? മുന്നിൽ നിൽക്കുന്ന ഭക്തനെ 2 കുത്തുകുത്തിയിട്ടെങ്കിലും പോകുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഉപദ്രവിക്കാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഒരാളെ ഉപദ്രവിച്ചതുകൊണ്ടൊന്നും ഒരു ദൈവവും പ്രീതിപ്പെടാൻ പോകുന്നില്ല. ആരെയും ഉപദ്രവിക്കാത്തതാണ് ഭക്തി. കാരണം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്നൊക്കെ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഉപനിഷത്തിൽ പറയുന്ന തത്വങ്ങളാണ് പറയുന്നത്. ഈശാവാസ്യമിതം സർവം, എല്ലാറ്റിലും ആര് നിറഞ്ഞിരിക്കുന്നു? ഈശ്വരൻ തന്നെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരാളെയും വേദനിപ്പിക്കേണ്ട എന്നൊക്കെ മനസ്സിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ അഭ്യസിക്കണം. അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ച പോലെയൊക്കെ സംഭവിക്കും. ഇപ്പൊ കാളിയെ പ്രീതിപ്പെടുത്താൻ നോക്കിയിട്ട് കാളി പ്രീതിപ്പെടുന്നതിന് പകരം നശിപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് നശിപ്പിച്ചു? കാരണം ഒരു മഹാത്മാവിനെ ദ്രോഹിക്കുന്നത് ആർക്കിഷ്ടപ്പെട്ടില്ല? ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ പ്രകടമായേ പറ്റുള്ളൂ. എന്നിട്ട് ആ മഹാത്മാവിന്റെ കാര്യം പറയാണ്. ദേവിയാണെങ്കിലോ ആ മഹാത്മാവിനെ നോക്കി കെട്ടൊക്കഴിച്ച് ദേവി സ്ഥലം വിട്ടു. അദ്ദേഹം ഒരു കൊല്ലാൻ വരുമ്പോഴും വളരെ കൂളായിട്ടാണ് കിടക്കുന്നത്. ഒരു മനസ്സിലൊരു പരിഭ്രമമില്ലേ. ഭാഗവതം അവതരിപ്പിക്കണോ അവസാനം 9ാമത്തെ അധ്യായത്തിന്റെ ഉപസംഹാരം ഇങ്ങനെയാണ്: ന മഹദവിചാരതിക്രമ കാസ്നേനാത്മനേ ഫലതി നവാം ഏതൽ വിഷ്ണുദത്ത മഹദത്ഭുതം യത് അസംഭ്രമ സ്വശിരശ്ചേതന ആപതിതോപി. തന്റെ ശരീരം വീഴുമെന്നുള്ള അവസ്ഥയിൽ പോലും, ഇപ്പോ മുറിക്കും, ഇപ്പോ കട്ട് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ പോലും ഏത് അസംഭ്രമ എന്നുണ്ടായില്ല. ആ മനസ്സ് എത്ര ഉയർന്ന മനസ്സാവില്ലേ? കത്തി കണ്ടാൽ തന്നെ നമ്മൾ ബോധം കെട്ട് വീഴും. ഒരാള് മുന്നിൽ ഇങ്ങനെ കൊല്ലുന്നുള്ള രീതിയിൽ കത്തി വെച്ചാൽ തന്നെ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. നമ്മളെ ഏറെക്കുറെ അപ്പം തന്നെ തീർന്നിട്ടുണ്ടാവും പലരുടെ കാര്യം. ഇത് കൊല്ലാൻ വേണ്ടിയിട്ട് കത്തി മോങ്ങി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ യാതൊരു സംഭ്രമമില്ല. അപ്പൊ എത്ര ഉയർന്ന മനസ്സായിരിക്കും നോക്കൂ. ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. മനസ്സത്രയും ആ പീയൂഷമായിരിക്കുന്ന ഭഗവാനിൽ
നിർലീനമായതുകൊണ്ട്. നിഷ്കമ്പേ, എന്തില്ല, മനസ്സിൽ യാതൊരു കമ്പനവും. ഇങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ട് എന്നാ പറയുന്നത്. മരണത്തിന്റെ മുന്നിൽ പോലും നമുക്ക് തളരാതെയും പതറാതെയും ഒക്കെ ഇരിക്കാൻ പറ്റുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇറാഖ് പ്രസിഡന്റിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വളരെ ധീരതയോടുകൂടിയിട്ട് ആ മരണത്തിന്റെ മുന്നിൽ, അപ്പൊ നോക്കൂ, ഭാരതത്തിലെ എത്രയോ മഹാത്മാക്കള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞിട്ട് മരണത്തിന്റെ മുന്നിൽ അല്പം പോലും പതറാതെ, അത്രയും മനസ്സ് അവർക്കതൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഗീത നല്ലവണ്ണം ഉൾക്കൊണ്ടിരുന്നു എന്നൊക്കെ. അന്ന് അവർക്ക് നല്ലവണ്ണം ഈ നമ്മുടെ ഭാരതത്തിലൊരു വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പലതും എതിർത്തിരുന്നെങ്കിലും ഗീത പഠിപ്പിക്കരുതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം ഗീതയുടെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ആചാര്യ വിനോബാവെ ഈ ഗീതയെ ജയിലിൽ വെച്ചിട്ട് പ്രഭാഷണങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആചാര്യ വിനോബാവെ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ജയിലിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ്, ജയിൽ പ്രവചനങ്ങളാണ്. അപ്പം ജയിലിലുള്ള പുള്ളികളെയൊക്കെ കുറ്റവാളികളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്, ഈ കാര്യങ്ങളാ പറഞ്ഞു. നജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ വദിതാവാനഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യദേഹന്യമാനേ ശരീരേ വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സപുരുഷ പാർത്ത കം കാതയതി ഹന്തികം. ഈ ശരീരം നശിച്ചാലും ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പിന്നെ എന്തിനു നമ്മൾ തളരണം? ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ഉണർവാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ മരണത്തിന്റെ മുന്നിൽ പോലും തളരേണ്ടതില്ല എന്ന്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എത്രയോ ഗീതയും ഭാഗവതമൊക്കെ ഉണ്ടായിട്ടും ചെറിയ രോഗം വന്നാൽ പോലും നമ്മൾ തളരണുവെങ്കിൽ പിന്നെ മരണത്തിന്റെ മുന്നിൽ എങ്ങനെ തളരാണ്ടിരിക്കുക? മരണം പോലും തളർത്തില്ല എങ്കിൽ പിന്നെ രോഗം തളർത്തുവോ? നിങ്ങൾ സ്വന്തം ഒരു അനുഭവങ്ങളെ നോക്കൂ. ഈ ശരീരത്തിന് രോഗം വന്നാലും ശ്വാസത്തിന് രോഗം വരുമോ? ഈ ശരീരത്തെ വെട്ടിമുറിച്ചാലും ശ്വാസത്തെ വെട്ടിമുറിക്കാൻ പറ്റുമോ? അപ്പം ഈ ശരീരത്തെ വെട്ടിമുറിച്ചാലും ശ്വാസത്തെ വെട്ടിമുറിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിന് രോഗം വന്നാലും നാം ശ്വസിക്കുന്ന പ്രാണവായുവിന് അതില്ല, രോഗമില്ല. ഇതിന്റെ പ്രായം അതിനുണ്ടോ? അപ്പൊ പിന്നെ മനസ്സിനുണ്ടാവൂ ഇതൊക്കെ? പക്ഷെ നമ്മൾ അതിലേക്കൊന്നും മനസ്സിനെ സൂക്ഷ്മമായി ഉയർത്താത്തോടത്തോളം കാലം ഈ ശരീരത്തോട് മാത്രം മുട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സ് മരണഭയമുണ്ടാക്കും, രോഗഭയമുണ്ടാക്കും, അതുപോലെ തന്നെ വാർദ്ധക്യഭയമുണ്ടാക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ശരീരബോധത്തിൽ നിന്നും മനസ്സിനെ പ്രാണവായുവിലേക്ക് കൊണ്ടുവരിക. പ്രാണവായുവിൽ നിന്നും അതിന്റെ ശ്രദ്ധയിൽ നിന്നും മനസ്സ് പ്രാണായാമങ്ങൾ ചെയ്തിട്ടോ മറ്റേതെങ്കിലും വഴി നാമസങ്കീർത്തനത്തിലൂടെയോ ആരിലേക്ക് കൊണ്ടുവരിക? ഭഗവാനിലേക്ക്. എന്നാ പിന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്കും പരിഹാരം സാധിക്കും. ഇദ്ദേഹം പറയുന്നു, വിമുക്തദേഹ ആദി ആത്മഭാവ സുഹൃദഹൃദയ ഗ്രന്ഥീനാം സർവസത്വസുഗതാത്മനാ നിർവൈരാണാം സാക്ഷാൽ ഭഗവത അനിമിഷാരി പരായുധേന പ്രമത്തേന തൈസ്തൈ ഭാവൈ പരിരക്ഷ്യമാണാനം തത്പാദമൂലം അകുതസ്സൽ ഭയം ഉപസൃതാനം ഭാഗവത പരമഹംസാനം. അദ്ദേഹത്തിന്റെ ശരീരബോധം വിമുക്ത ദേഹാദി ആത്മഭാവ സുദൃഢം. ഈ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് മനസ്സ് വിട്ടുകൊണ്ട്, പരിപൂർണമായി വിട്ടുകൊണ്ട്, തന്റെ സുഹൃത്തായി ഭഗവാനാണെന്നും തനിക്ക് ആരോടും ഒരു വൈരമില്ലാത്ത മനസ്സും നേടിയെടുക്കാൻ സാധിച്ച അദ്ദേഹത്തിന് ഭഗവത അനിമിഷാരിവരായുധേന അപ്രമത്തേന ഒരു അല്പം പോലും മറവി ആരിലുണ്ടായില്ല? ഭഗവാനിലുണ്ടായില്ല എന്ന് പറയുന്നത്. അത്ര ദൃഢമായൊരു സ്മരണ ആ ഭഗവാനിൽ ഉറച്ചു കിട്ടിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് അകുതസ്ഥിൽ ഭയം ഉപസൃതാനാം ഭാഗവത പരമഹംസാനാം, അവരെയാണ് ഭാഗവത പരമഹംസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം സാധാരണ ഒരു മൂഢനായിരുന്നില്ല, ഒരു വിഡ്ഢിയായിരുന്നില്ല. ഇദ്ദേഹം വളരെ വലിയൊരു മഹാനായിരുന്നു. തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് നല്ലവണ്ണം ഉയർത്തിയൊരു മഹാനായിരുന്നു. അപ്പൊ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നത്, പണ്ട് ഭരതൻ ഒരു തീർന്നു, പിന്നീട് ഭരതൻ മാനിൽ നിന്ന് മുക്തനായി ഒരു മനുഷ്യനായി. അന്ന് മുതൽ അദ്ദേഹം മനസ്സിനെ ഈ ലോക ജീവിതത്തിന്റെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇടമുറിയാതെ ആരെ സ്മരിച്ചു? ഭഗവാനെ സ്മരിച്ചു. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നപ്പോ, ഒരു പ്രശ്നം വന്നപ്പോ, മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ, ആ മരണത്തിന്റെ മുന്നിൽ പോലും തളരാതെ അദ്ദേഹത്തിന് പതറാതിരിക്കാൻ സാധിച്ചു എന്നാണ്. അപ്പൊ ഇതൊക്കെ നോക്കൂ, അദ്ദേഹത്തിനെ മാനാക്കിയതും മനുഷ്യനാക്കിയതും, മനുഷ്യനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഉയർത്തിയതൊക്കെ അദ്ദേഹത്തിന്റെ
മനസ്സ് തന്നെയാണ്. ഇതുകൊണ്ടായിരിക്കാം ശാസ്ത്രങ്ങൾ പറയുന്നത് മനയേവ മനുഷ്യാണം സുഖദുഃഖയോ കാരണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനസ്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതിനെയാണ്? മനസ്സിനെയാണ്. അത് നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയാൽ അതെവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല. മനസ്സെന്ന് പറയുന്നത് അത്ര നമ്മളെ സങ്കീർണമാക്കാൻ അത് സാധ്യം. വെറുതെ ഇരുന്നോ നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ശരീര പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കും, നിങ്ങളുടെ രോഗപ്രശ്നങ്ങൾ ചിന്തിക്കും, കുടുംബ പ്രശ്നങ്ങൾ ചിന്തിക്കും. അത് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വരുന്നവരോടൊക്കെ അത് തന്നെ പറയും. നേരെ മറിച്ച് നിങ്ങൾ മനസ്സിനെ കൂടുതൽ എൻഗേജഡാക്കി ആത്മീയ കാര്യങ്ങളിലേക്ക് വെക്കുകയാണെങ്കിലോ അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ചിലപ്പം അതിന്റെ അടുത്തെത്തുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ വലുതായി പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളും പ്രശ്നങ്ങളില്ലവരില്ലേ? നിങ്ങൾക്ക് ശരീരത്തിന് വല്ല രോഗങ്ങളുണ്ട്, നിങ്ങളെക്കാളും രോഗങ്ങൾ ഉള്ളവരുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എത്രയോ മാരക രോഗങ്ങൾ ഒന്നിനു പുറകിൽ ഒന്നായിട്ട് തിരിച്ചടിച്ചിട്ട് ശരീരം മുഴുവൻ രോഗങ്ങളായിരിക്കുന്നവരുണ്ടാവും ഇല്ലേ? അവരെ കാണുമ്പോൾ നമ്മുടെ രോഗങ്ങൾ എവിടെ എത്തും? നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്തുള്ള പലരുടെ പ്രശ്നങ്ങളുമായിട്ട് തട്ടി നോക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രശ്നമൊന്നും പ്രശ്നമില്ല. ഏതുപോലെയാണ് നമ്മളിപ്പം പരാതി പറയുന്നതെന്നറിയോ? ചെണ്ട ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന പോലെ. എന്താ ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറയുന്നത് അറിയോ? കണ്ടില്ലേ മാരാരെ തല്ലിപ്പൊളിക്കണു എന്റെ ഒരു വശന്ന്. മദ്ദളം പറഞ്ഞു, നീ എത്ര സുഹൃതിയാണ്. കാരണം ഒരു പുറല്ലേ പൊളിയണുള്ളൂ, എനിക്കാണെങ്കിൽ 2 പുറം, പിന്നെ ഒന്നും പറയാനില്ലേ. അതാണ് നമ്മൾ എന്തോ സംഭവം എന്ന് വിചാരിക്കുന്നത്, അതിന്റെ അടുത്തെത്തുമ്പം അതൊരു സംഭവം ഒന്നുമല്ല. ഇതാണ് സത്യം. പിന്നെ വെറുതെ എന്തിനാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത്? രോഗം ഒരു സംഭവമല്ല. അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു അനുഭവം നമ്മളൊരു വലിയൊരു എല്ലാവരും അനുഭവിച്ചതാണ്. എത്രയോ ആളുകൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും വലിയ രോഗികളൊക്കെ വന്നു പോയിട്ടുണ്ട്. നമ്മളെക്കാളും ജീവിതത്തിലെ വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചു പോയവരുണ്ട്. അപ്പൊ അതൊന്നും ഒരു സംഭവമാക്കി എടുക്കരുത്. ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ക്രമേണ ഭഗവാനിലേക്ക് ഉയർത്തുക. ആ പരമസത്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ നമ്മളാണ് സുഹൃതികൾ, നമ്മളാണ് ജീവിതം ധന്യമാക്കിയവര്. കാരണം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അത് അവിടെ തന്നെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ വീണ്ടും അതിനെ എത്തിച്ചേരുന്നത് വരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എത്ര യാത്ര ചെയ്യണം, ഇനിയും എത്ര ജന്മങ്ങൾ എടുക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഈശ്വരനല്ല, കാലമല്ല, കർമ്മമല്ല, ഗൃഹമല്ല, ആരുമല്ല. ഇതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നാം ഇവിടെ തന്നെ വെച്ച് കുറെയൊക്കെ നല്ലവണ്ണം ആധ്യാത്മിക സംസ്കാരത്തിലൂടെ മനസ്സിനെ കൊണ്ടുപോയാൽ ജീവിതം നമുക്ക് പവിത്രീകരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഇവിടെ ഭരതൻ നമുക്ക് ഈ കഥയിലൂടെ കാണിച്ചു തരികയാണ്. ഇനി ഭരതന്റെ അടുത്ത കഥയാണ്. ഭരതൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഭരതൻ പിന്നീട് മറ്റൊരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിക്കേണ്ട ഒരു അനുഭവം വരികയാണ്. അവിടെ വെച്ച് ഭരതൻ കൊടുക്കുന്ന ഗംഭീരമായൊരു ഉപദേശമുണ്ട്. ഇതിനെയാണ് ഭരത രഘൂഗണ സംവാദം എന്ന്. സിന്ധു സൗവീരം എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവ് അദ്ദേഹത്തിന് മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടാതെ വന്നപ്പോ അവിടെ നിന്ന് കപിലാശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പല്ലക്ക് ചുമക്കാൻ വേണ്ടി ആരെയും കിട്ടാതെ വന്നപ്പോ അവര് നോക്കിയപ്പോ കണ്ടുപിടിക്കുന്നു ആ വഴിക്ക് വരുന്ന ഭരതനെ. പിന്നീട് ആ ഭരതൻ ചുമക്കുന്നു. ആ ഭരതന്റെ ചുമക്കല് ശരിയില്ലാത്തത് കൊണ്ട് രാജാവ് മറിഞ്ഞു വീഴുന്നതും പിന്നെ അവിടെ വെച്ച് രാജാവ് ദേഷ്യപ്പെടുന്നതും ആ ദേഷ്യപ്പെടുന്ന രാജാവിന് അവിടെ വെച്ച് ആത്മീയമായ തത്വം, എനിക്ക് തോന്നുന്നു ഭാഗവതത്തിൽ അതിഗംഭീരമായൊരു ഉപദേശമാണ് ഭരത രഘുഗണ സംവാദം. ഒരു രാജാവിന്റെ മനസ്സിനെ മുഴുവൻ മാറ്റിമറയ്ക്കാൻ പണ്ടൊരു രാജാവായിരുന്ന ഭരതന് സാധിക്കുകയാണ്.